വിശദാംശങ്ങളിലേക്ക് പോകാം. ദേശീയ രാഷ്ട്രീയത്തിലേക്ക് തന്നെ നിതീഷ് കുമാർ NDAയിലേക്ക് എന്ന സൂചനകൾ ശക്തം. നാളെ നിയമസഭാ കക്ഷി യോഗം വിളിച്ച് നിതീഷ് കുമാർ നിർണായക യോഗം വിളിച്ച് കോൺഗ്രസും BJPയും വിവരങ്ങൾ അനുജ പ്രസാദ് നൽകും. അനുജ, നിതീഷ് കുമാർ NDAയിലേക്ക് എന്ന സൂചനകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉയർന്നു കേൾക്കുന്നു. അത് എത്രമാത്രം ശക്തമാണ്? നിയമസഭാ കക്ഷി യോഗം വിളിക്കുമ്പോൾ എന്തൊക്കെ നിർണായക തീരുമാനങ്ങൾ പ്രതീക്ഷിക്കാം? ഫിജി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും കരുത്തനായ ഏറ്റവും ശക്തനായ ഒരു നേതാവ് കൂടിയായ നിതീഷ് കുമാർ മുന്നണി വിടുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അദ്ദേഹത്തിന് മുന്നണിയിലുണ്ടായ ചില അതൃപ്തി, ഇതിൻ്റെ എല്ലാം ഒരു ഫലമെന്നോണം അദ്ദേഹം എന്തായാലും മുന്നണി വിടുന്നു എന്നുള്ള സൂചനകൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം ഈ ഒരു കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് എന്ന് തന്നെയാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. എന്തായാലും മുന്നണി വിടുന്നു എന്ന കാര്യത്തിൽ അദ്ദേഹം ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണങ്ങളൊന്നും നൽകിയിട്ടില്ല. എങ്കിലും ഏറ്റവും പുതിയതായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് നിതീഷ് കുമാറിനെ അനുനയിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ RJD നേതൃത്വം നടത്തുന്നുണ്ട്. RJDയിൽ ഈ ഒരു കാര്യത്തിൽ പിളർപ്പുണ്ടായിട്ടുണ്ട്. മുന്നണി വിടാനുള്ള അദ്ദേഹത്തിന്റെ തീരുമാനത്തെ അനുനയിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് RJDയുടെ ഒരു കാര്യം. ഈ ഒരു കാര്യത്തിൽ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടത്, ഇന്ത്യ മുന്നണിയിൽ പ്രത്യേകിച്ച് മുന്നണിയിൽ ഉണ്ടായി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ലോക്സഭാ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് നിതീഷ് കുമാറിന് അതൃപ്തി ഉണ്ടായിരുന്നു. ലാലു പ്രസാദ് യാദവുമായിട്ടുണ്ടായ ചില വിഷയങ്ങളിൽ അദ്ദേഹവുമായിട്ടുണ്ടായ ചില പ്രശ്നങ്ങൾ, ഇതൊക്കെ ഈ നിതീഷ് കുമാറിനെ അസ്വസ്ഥനാക്കിയിരുന്നു. ഇതൊക്കെ തന്നെയാവണം മുന്നണി വിടുവാനായിട്ടുള്ള നിതീഷ് കുമാറിൻ്റെ ഒരു തീരുമാനത്തിന് പിന്നിലെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നാളെ നിയമസഭാ കക്ഷിയോഗം 10 മണിക്ക് ചേരും. ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നാളെ നിയമസഭാ കക്ഷിയോഗം 10 മണിക്ക് ചേരുമെന്നുള്ളതാണ്. ഇതിനിടയിൽ ഈ ഒരു സമയത്തിനിടയിൽ എന്തായാലും ഒരു പാർട്ടിയുമായിട്ടും ചർച്ചയ്ക്ക്, ഒരു പാർട്ടി നേതാക്കളുമായിട്ടോ നേതൃത്വവുമായിട്ടോ ചർച്ചയ്ക്ക് ഇല്ല എന്ന് നിതീഷ് കുമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം ജെഡിയുവും നേതാക്കളുമായിട്ടുള്ള ചർച്ചകളൊക്കെ നടത്തിയിരുന്നു. ഇതിന് ശേഷം മറ്റൊരു പാർട്ടിയുമായും ചർച്ചയ്ക്കില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട്. ഇതിനിടയിൽ ജെഡിയുവിലെ തന്നെ ചില നേതാക്കൾ നിതീഷ് കുമാറിൻ്റെ ഈ ഒരു മാറ്റത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. ലലൻ സിംഗ് അടക്കമുള്ള നേതാക്കൾ ഇതിൽ അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം ഇടെ ഈ BJP സംസ്ഥാന നിർവാഹക സമിതി യോഗം ചേരുന്നുണ്ട്, സാഹചര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്. അമിത്ഷാ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും 7 JDU MPമാരെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് മുന്നണി വിടും എന്നുള്ള ഒരു വാർത്തയും ഇപ്പോൾ എന്തായാലും പുറത്തോട്ട് വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു പാർട്ടിയിൽ ഒരു പിളർപ്പുണ്ടാവുന്ന ഒരു സാഹചര്യവും കൂടെ കണക്കിലെടുത്താണ് നിതീഷ് കുമാർ മുന്നണി വിടുന്നതെന്നുള്ള രീതിയിലുള്ള വിവരങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും മുന്നണി വിടുന്നു, ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും കരുത്തനായ നേതാവ് തന്നെ മുന്നണി വിടുന്നു എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തിരിച്ചടിയാണ്. ഭാരത് ജോഡോ ന്യായയാത്രയ്ക്കുള്ള ക്ഷണം നിരസിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. അത് നേരിട്ട് ക്ഷണിച്ചിരുന്ന ആളാണ് അദ്ദേഹം. ഈ ക്ഷണം നിരസിച്ചിരുന്നു. ഇങ്ങനെയെല്ലാമുള്ള ഒരു പ്രതികൂല ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. എന്തായാലും മുന്നണിയുടെ ഏറ്റവും കരുത്തനായ നേതാവ് മുന്നണി വിടുന്നു, നിതീഷ് കുമാർ മുന്നണി വിടുന്നു എന്ന കാര്യം തന്നെയാണ് പുറത്തു വരുന്നത്. ഫിജി, അനുജ, അങ്ങനെ നോക്കുമ്പോൾ നിതീഷ് കുമാറിനെ മോഹിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രത്യേകിച്ച് BJPയുമായി കൂട്ടുകൂടുമ്പോൾ, NDAയിലേക്ക് ചേരാൻ ഉദ്ദേശിക്കുമ്പോൾ നിയമസഭയിൽ എന്തൊക്കെ സ്ഥാനമാനങ്ങൾ, ഒപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യം, എന്തൊക്കെയാണ് പ്രധാനമായും നിതീഷ് കുമാർ ലക്ഷ്യം വയ്ക്കുന്നത്? ഫിജി സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനം തന്നെയാണ് നിതീഷ് കുമാർ ആവശ്യപ്പെടുന്നത്. 2 ഉപമുഖ്യമന്ത്രി സ്ഥാനങ്ങളും ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനം വേണമെന്ന കാര്യം തന്നെയാണ് നിതീഷ് കുമാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതുപോലെ തന്നെ ഈ തിരഞ്ഞെടുപ്പിലെ അസ്വാരസ്യങ്ങൾ ഉണ്ടായി തുടങ്ങിയത്, മുന്നണിയുമായി ബന്ധപ്പെട്ട അസ്വാരസ്യങ്ങൾ ഉണ്ടായി തുടങ്ങിയത് സീറ്റ് വിഭജനത്തിൽ തന്നെയാണ്. ഈ ഒരു കാര്യത്തിലൊക്കെ എന്തായാലും NDAയുമായി BJPയുമായി സഖ്യം ചേരുമ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള സീറ്റ് വിഭജനത്തിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിതീഷ് കുമാറിൻ്റെ ഒരു വഴിയെ, അദ്ദേഹത്തിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ചുള്ള കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളിൽ എന്തായാലും തീരുമാനം ഉണ്ടാകും എന്നാണ് വിവരം. നിലവിൽ BJPയുമായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നിതീഷ് കുമാർ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫൈനൽ ലാപ്പിലേക്ക് കടക്കുകയാണ്. ഏതാനും മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇതിനിടയിൽ BJP നേതൃത്വവുമായി
തെരഞ്ഞെടുപ്പുമായി ഒക്കെ ബന്ധപ്പെട്ട് ചർച്ചകൾ നിതീഷ് കുമാർ നടത്തുന്നുണ്ട്. ഇതിനിടയിൽ ഈ മുഖ്യമന്ത്രി സ്ഥാനം നൽകണം എന്നുള്ള ഒരു കാര്യമാണ് നിതീഷ് കുമാർ ഇന്ത്യയോട് ആവശ്യപ്പെട്ടിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. മുന്നോട്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സീറ്റ് വിഭജനം അടക്കമുള്ള ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ദിനങ്ങളിൽ മണിക്കൂറുകളിൽ ചർച്ചകൾ ഉണ്ടായേക്കും എന്നാണ് വിവരം. ഫിജി. ശരി, അനുജ റിപ്പോർട്ട് ചെയ്യുന്നു. നിതീഷ് കുമാർ ഇന്ത്യയിലേക്കെന്ന സൂചന ശക്തമായി നിൽക്കുകയാണ്.